ഹായ് ഹലോ മോംസ് വീട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് കോവയ്ക്ക കൊണ്ട് നല്ല അടിപൊളി ഒരു കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കോവയ്ക്ക ഇഷ്ടപ്പെടാത്തവർ ഇങ്ങനെ ഒരു കറി വെച്ച് കൊടുത്താൽ ഉറപ്പായിട്ടും കഴിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിനായിട്ട് ഞാനിവിടെ കുറേ കോവയ്ക്ക എടുത്ത് അതിൻ്റെ മണ്ടയും മൂടും എല്ലാം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വലുതാണെങ്കിൽ 6 പീസായിട്ട്, ചെറുത് വലിയ വണ്ണമില്ലാത്തത് 4 പീസായിട്ടൊക്കെ ഇതുപോലെ നെടുകെ കീറി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഈ കോവയ്ക്ക ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഫാമിലി മെമ്പേഴ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ എത്തിയത്. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ട് പോകണമെങ്കിൽ, എന്തെങ്കിലും ഒരു വിജയം പ്രാപിക്കണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തുകയാണെങ്കിൽ ഉള്ളൊരു ഓപ്ഷൻ വരും. അതുകൂടെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിതുപോലെ നമ്മുടെ കോവയ്ക്ക നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കോവയ്ക്ക കിട്ടാൻ. അതിൻ്റെ പച്ചമണമൊന്നും ഒട്ടും ഇല്ലാതെ നല്ലപോലെ മൂത്ത് കിട്ടിയതിന് ശേഷം അതെല്ലാം കോരി മാറ്റിയിട്ട് ഞാൻ അതിലേക്ക് തന്നെ 2-3 ചെറിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 3 എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറുതാ. അപ്പോൾ വലുതാണെങ്കിൽ 2 മതിയാവും. ആ സവാള നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സവാള വഴന്ന് വരാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഈ സവാളയുടെ നിറം എല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി, ചെറിയ സൈസ് 2 തക്കാളിയും കൂടെ ഞാനിത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ തക്കാളി നല്ലപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടുന്ന രീതിയിൽ വഴറ്റിയെടുക്കണം കേട്ടോ. തക്കാളി നല്ലപോലെ വെന്തുടഞ്ഞ് കിട്ടിയാലേ ആ കറിക്ക് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മുടെ തക്കാളി നല്ലപോലെ ഉടഞ്ഞ് കിട്ടണം. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ പൊടിയുടെ എല്ലാം പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടണം. നല്ലപോലെ മൂത്ത് കിട്ടുമ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നല്ലപോലെ അടി പിടിക്കാതെ, മൺചട്ടി ആയതുകൊണ്ട് ചട്ടിക്ക് നല്ല ചൂടുണ്ട്. അപ്പോൾ തീ ഒന്ന് സിമ്മിലിട്ടിട്ടാണ് ഞാൻ ഈ സമയം ഇതെല്ലാം മൂപ്പിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ചാറിച്ച വെള്ളം, അല്ലെങ്കിൽ തിളച്ച വെള്ളം ആയാലും കുഴപ്പമില്ല, കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ ആ പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം ഈ സമയം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള കോവയ്ക്കും ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഈ സമയം നമുക്കിതിന് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഇതൊന്ന് വെന്ത് വരട്ടെ. ഈ സമയം കൊണ്ട് നമുക്കിതിനായിട്ട് ഒരു ചെറിയൊരു അരപ്പും കൂടെ നമുക്ക് തയ്യാറാക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂണിൽ കൂടുതലുണ്ട് പെരിഞ്ജീരകം കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റായിട്ട് തന്നെ നല്ലപോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. വേറെ ഒന്നും നമ്മളിതിൻ്റെ കൂടെ ചേർക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ തേങ്ങ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ സമയം നമ്മുടെ കറി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ച് വരുന്നുണ്ട്. തിളച്ചൊന്ന് കുറുകി ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ടല്ലേ, കണ്ടല്ലോ. ഈ സമയം നമുക്ക് അരച്ച് വെച്ചിട്ടുള്ളതായ തേങ്ങാക്കൂട്ടില്ലേ, അതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനി നല്ലപോലെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് തിളപ്പിച്ച് നല്ലപോലെ വറ്റിച്ചെടുക്കണം. അപ്പോൾ ഈ സമയം നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, നമ്മൾ വീട്ടിൽ പൊടിച്ച് വയ്ക്കുന്ന ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇതിന് ശേഷം നല്ലപോലെ മിക്സാക്കി കൊടുക്കുക.
ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് തിളപ്പിക്കാം. അപ്പോൾ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ തീ ഒന്ന് സിമ്മിലിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഇരുന്ന് കറി നല്ലപോലെ തിളച്ച് കുറുകി വറ്റി വരണം കേട്ടോ. അതിൻ്റെ എണ്ണ എല്ലാം ഇങ്ങനെ തെളിഞ്ഞ് കിട്ടുമ്പോൾ ലാസ്റ്റ് നമുക്ക് കുറച്ച് കറി ലീഫും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ തൂക്കി കൊടുത്താൽ മതി. നമ്മുടെ കറി ഇവിടെ റെഡിയാവും. ഇപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ നല്ലപോലെ വറ്റി അതിൻ്റെ എണ്ണ എല്ലാം ഇങ്ങനെ തെളിഞ്ഞ് വരണം. അപ്പോൾ തീ കുറച്ച് വെച്ച് തന്നെ ആ സമയത്തൊക്കെ നമുക്ക് തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ച് തന്നെ വറ്റിച്ചെടുക്കുക. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ കോവയ്ക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു തൊടുകറി തന്നെയാണിത് കേട്ടോ. ഒരുപാട് ചാറൊന്നും നമ്മൾ വെക്കുന്നില്ല. അപ്പോൾ ഈ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് എന്നെ അറിയിക്കുക. അപ്പോൾ നാളെ ഇതേ സമയം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും ബായ്.